ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ നാട്ടിലേക്ക് മടങ്ങില്ല. കേസ് റദ്ദാക്കുന്നതിനുള്ള നിയമ നടപടികൾ തുടരേണ്ടതിനാലാണ് തീരുമാനം. എഫ്ഐആർ റദ്ദാക്കാൻ കന്യാസ്ത്രീകളായ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും ഉടൻ ഹൈക്കോടതിയിൽ ഹർജി നൽകും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷെ, ഇക്കാര്യത്തിൽ നിയമ നടപടികൾക്കായി ഛത്തീസ്ഗഡിൽ തന്നെ അവർ തുടരേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏത് രീതിയിലായിരിക്കും ഇനി ഹൈക്കോടതിയിൽ ഹർജി നൽകാനുള്ള ഒരു നീക്കം? ക്രിസ്റ്റീൻ, എന്തായാലും ആദ്യഘട്ടത്തിൽ ജാമ്യം കിട്ടിയതിന് പിന്നാലെ ഉടൻ തന്നെ ഹൈക്കോടതിയിൽ പോകേണ്ടെന്നായിരുന്നു ആദ്യം അവർക്ക് കിട്ടിയിരുന്ന നിയമോപദേശം. പിന്നീട് ഇന്ന് 8-ാം തീയതി വീണ്ടും NIA കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. ഈ ജാമ്യം കിട്ടിയ ദിവസം തന്നെയാണ് അങ്ങനെ നിർദ്ദേശം വന്നത്. അതിനെ തുടർന്ന് 2 കന്യാസ്ത്രീകളും ഇന്ന് ബിലാസ്പൂരിലെ NIA കോടതിയിൽ എത്തി ഹാജരായി. അവിടെ ഒപ്പിട്ടതിനു ശേഷം മടങ്ങുകയുണ്ടായി. മാത്രമല്ല, ഈ പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും തുടക്കഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതായത് കേസ് റദ്ദാക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്നാലും ഈ പോലീസ് തുടരന്വേഷണം നടത്താത്തൊരു സാഹചര്യത്തിൽ ഈ ഹൈക്കോടതിയെ തന്നെ സമീപിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും അങ്ങനെ ഹൈക്കോടതിയിൽ ഹർജി നൽകാനും ആണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് എപ്പോൾ നൽകുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല. അത് ഈ നിയമ നടപടികളായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേരളത്തിലേക്ക് മടങ്ങേണ്ട, എല്ലാം കഴിഞ്ഞിട്ട് മടങ്ങിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അജീഷാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.